ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണം ഉത്തരകാണ്ഡത്തിലെ 60-ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. രാമലക്ഷ്മണന്മാരെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചൂടും തണുപ്പുമില്ലാത്ത വസന്തരാത്രി വന്നെത്തി. തതപ്രഭാതേ വിമലേ കൃത്വ പൗർവാഗ്നികീം ക്രിയാം. നേരം നന്നായിട്ട് പുലർന്നപ്പോൾ രാഘവൻ പൂർവാഗ്നത്തിലെ കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് പൗരകാര്യങ്ങൾക്ക് വേണ്ടി ആസ്ഥാനത്തിലേക്ക് എഴുന്നള്ളി. പിന്നെ സുമന്ത്രൻ വന്ന് രാഘവനോട് ഉണർത്തിച്ചു. രാജൻ, പ്രവേശനം കിട്ടാത്ത താപസന്മാര് വാതിൽക്കല് കാത്തു നിൽക്കുന്നു. ഭൃഗുവംശജനായിരിക്കുന്ന ച്യവനനെ മുൻനിർത്തി യമുനാതീരവാസികളായിരിക്കുന്ന മഹർഷിമാര് പ്രീതിയോടുകൂടി മഹാരാജാവിനെ കാണാനായിട്ട് തിടുക്കം കൂട്ടുന്നു. ഈ വാക്കുകൾ കേട്ട് ധർമ്മജ്ഞനായിരിക്കുന്ന രാമൻ പറയുകയുണ്ടായി, മഹാഭാഗന്മാരും ഭാർഗവ പ്രമുഖന്മാരുമായിരിക്കുന്ന വിപ്രന്മാരെ അകത്ത് പ്രവേശിക്കുക. രാജാജ്ഞ അനുസരിച്ചുകൊണ്ട് ദ്വാരപാലകൻ തലയില് തൊഴുകയുമായി കൊണ്ട് ദുർദർശന്മാരായിരിക്കുന്ന താപസന്മാരെ അകത്തേക്ക് കിടത്തി. ശതം സമധികം തത്ര ദീപ്യമാനം സ്വതേജസ് കൊണ്ട് ജ്വലിക്കുന്ന മഹാത്മാക്കളും തപോധനന്മാരുമായിരിക്കുന്ന 100-ൽ പരം പേര് കൊട്ടാരത്തില് പ്രവേശിച്ചു. ആ വിപ്രന്മാര് സർവതീർത്ഥങ്ങളിലെയും ജലം നിറച്ച കലശങ്ങളും വളരെയേറെ കായികനികളും കാകുൽസ്ഥനായിക്കൊണ്ട് കാഴ്ചവെച്ചു. അതെല്ലാം തീർത്ഥജലവും നാനാ കായികനികളും സംപ്രീതിയോടെ സ്വീകരിച്ചുകൊണ്ട് ശ്രീരാമൻ മുനീന്ദ്രന്മാരോടായിക്കൊണ്ട് അരുളി ചെയ്തു, മികച്ച ഇരിപ്പിടങ്ങളിതാ യഥായോഗ്യം ഇരുന്നാളും. രാമന്റെ വാക്കുകേട്ട് മഹാമുനിമാരെല്ലാം മനോഹരവും സ്വർണമയവുമായിരിക്കുന്ന ആ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു. ഉപവിഷ്ടാൻ ഋഷീംസ്തത്ര ദൃഷ്ട്വാ പരപുരഞ്ജയ. ഉപവിഷ്ടരായിരിക്കുന്ന താമസന്മാരെ നോക്കി പരപുരഞ്ജനായിരിക്കുന്ന രാഘവൻ തൊഴുകയോട് കൂട്ടിയിട്ട് വിനയപൂർവ്വം ചോദിച്ചു, കിം ആഗമന കാര്യം വ കിം കരോമി സമാഹിത. എന്തിനാണാവോ എഴുന്നള്ളിയത്? ഞാൻ എന്താണ് സശ്രദ്ധം ചെയ്യേണ്ടത്? മുനീന്ദ്രന്മാരുടെ ആജ്ഞ അനുസരിക്കുന്നവനും സർവകാമങ്ങളും സാധിപ്പിക്കുന്നവനുമാണ് ഞാൻ. ഇതം രാജ്യം ച സകലം ജീവിതം ജാഗ്രതി സ്ഥിതം. എൻ്റെ രാജ്യം മുഴുവനും ഹൃദയത്തിനകത്തുള്ള ജീവനും എല്ലാം ബ്രാഹ്മണർക്കായിട്ട് ഉള്ളതാണ്. ഞാൻ ഈ പറയുന്നത് സത്യമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് യമുനാതീരവാസികളും ഉഗ്രതപസ്സുകളുമായിരിക്കുന്ന ഋഷികള് നന്ന് എന്ന് ഉച്ചത്തില് പറയുകയുണ്ട്. പിന്നീട് മഹത്തായ ഹർഷം പൂണ്ട മഹാത്മാക്കൾ പറഞ്ഞു, അല്ലയോ നരശ്രേഷ്ഠ, അങ്ങേക്കു മാത്രമേ ഇത് യോജിക്കൂ, മഞ്ഞില് മറ്റാർക്കുമില്ല. കഴിഞ്ഞുപോയ മഹാബലന്മാരായ അനേകം നൃപന്മാര് കാര്യകൗലവും ആലോചിച്ച് ആദ്യം തന്നെ പ്രതിജ്ഞ ചെയ്തില്ല. ദ്വിജന്മാരോടുള്ള ഭക്തി മൂലം അങ്ങ് കാര്യമന്വേഷിക്കാതെ തന്നെ പ്രതിജ്ഞ ചെയ്തല്ലോ. അത് സഫലമാക്കുകയും ചെയ്യും. സംശയമില്ല, അങ്ങ് മഹർഷിമാരെ മഹാഭയത്തിൽ നിന്ന് രക്ഷിക്കണം. ഋഷികള് വരുന്നതും ശ്രീരാമൻ അവരെ സ്വീകരിക്കുന്നതുമായിരിക്കുന്ന ഈ കാര്യങ്ങളാണ് ഈ സർഗത്തിൽ ഉള്ളത്. എല്ലാവർക്കും ശ്രീരാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.